ഇന്ത്യയിലെ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമല്ല, അത് പാകിസ്ഥാന് കൂടിയുള്ള ഒരു താക്കീതായി വരികയാണ് ആ വാർത്താ സമ്മേളനം എന്നുള്ളത്. അത് വളരെ ദീർഘമായിരുന്നു, 1.25 മണിക്കൂർ എന്നുള്ളത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്കടക്കം മറുപടി പറഞ്ഞുകൊണ്ടുള്ള വിശദമായ വാർത്താ സമ്മേളനം. ആ വാർത്താ സമ്മേളനത്തിൽ ഓരോ ദിവസവും എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ, ഓരോ ദിവസത്തെ ഓപ്പറേഷനും അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ഫോട്ടോകൾ ഒക്കെ, വീഡിയോസൊക്കെ കാണിച്ചുകൊണ്ടാണ് അത് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ സംശയങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ പാകിസ്ഥാൻ എതിരായി അറിയിച്ചിരുന്നോ, അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് 3 പേരും വളരെ വിശദമായി തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായും പാകിസ്ഥാനുള്ള മറുപടിയാണ്. ഇന്നത്തെ ദിവസത്തെ കുറിച്ച് നോക്കുകയാണ്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന ഉന്നതതല യോഗം, ആ യോഗത്തിലെടുത്ത തീരുമാനങ്ങളായി പുറത്തേക്ക് വന്ന വിവരങ്ങൾ, അതിനുശേഷം ഇന്ന് നടന്നിരിക്കുന്ന DGMമാരുടെ വാർത്താ സമ്മേളനം, അതായത് നാളെ പാകിസ്ഥാനുമായി ചർച്ച നടത്തുന്നതിന് മുമ്പായി ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. അതായത് ഇന്ന് രാത്രിയും നോക്കും, ഇന്ന് രാത്രിയും ഈ വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായാൽ ഇതായിരിക്കില്ല നിലപാട് എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയിക്കുകയാണ്. ഇന്ന് രാവിലെ പോലും ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഉണ്ടായിട്ട്, ഇന്നലെ രാത്രി മാത്രമല്ല, ഇന്ന് രാവിലെയും ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ